ഹായ് ഹലോ ദ ജാപ്പനീസ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ജപ്പാനിൽ വന്നിട്ട് 2 ആഴ്ചയാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഫോണും സിം കണക്ഷനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. യോക്കോഹാമയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റും കൂടെ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു സുയിക്ക കാർഡൊക്കെ എടുത്തു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു. ഇവിടെ ട്രെയിൻ വരാൻ വേണ്ടിയൊന്നും അധികം കാത്തിരിക്കേണ്ട കാര്യമില്ല. എല്ലാ 5 മിനിറ്റ് ഇടവിട്ടും നമുക്ക് ട്രെയിൻ കിട്ടും. നമുക്ക് പോകേണ്ടത് ഒരു 5-6 സ്റ്റോപ്പ് അപ്പുറത്താണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ. അവിടെ എൻ്റെ ഓപ്പോസിറ്റ് നിന്ന പയ്യൻ കുറേ വികൃതികളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ നോക്കി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഷനെത്തി. സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു. ഇവിടുന്ന് ആദ്യം നമുക്ക് റെൻ്റ് അടയ്ക്കാൻ പോകണം. അത് സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയി സിം എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മളങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലാണ് നമുക്ക് റെൻ്റ് അടയ്ക്കേണ്ടത്. ഇത് ഈ ബിൽഡിങ്ങിനകത്ത് തന്നെയുള്ള ഒരു 7-Eleven സ്റ്റോറാണ്. ഇവിടുത്തെ കൊമ്പിനി എന്ന് പറയും. ഇവിടെ നമുക്ക് ATM ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ്. അരുൺ സാൻ ക്യാഷ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പല ബ്രാൻഡ്സിൻ്റെ കപ്പ് നൂഡിൽസൊക്കെ നമുക്കിവിടെ കിട്ടും. ഇവിടെ യോക്കോഹാമയിൽ കപ്പ് നൂഡിൽസിൻ്റെ ഒരു മ്യൂസിയം തന്നെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ക്യാഷൊക്കെ എടുത്ത് ബില്ലൊക്കെ അടച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് സിം എടുക്കാൻ വേണ്ടിയിട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് വന്ന വഴിയെ തന്നെ തിരിച്ചു നടന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മാർക്കറ്റ് പ്ലേസ് ആണ് യോദോബാഷി. അവിടെ നിന്നാണ് നമ്മൾ സിം എടുക്കുന്നത്. യോക്കോഹാമ ഒരു പോർട്ട് സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിനേഴ്സിനെ നമുക്കിവിടെ കാണാം. ഇതാണ് യോദോബാഷി. നമ്മൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. കയറിയ പാടെ ഒരാൾ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചൊരു ചെയറിലിരുത്തി. ജപ്പാനിലെ ഒരുവിധ എല്ലാ മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും ഒരു ഹബ്ബാണ് ഇവിടെ. അധികം വൈകാതെ ആൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ചെയറിൽ വന്നിരുന്നു. എന്നിട്ട് ഓഫേഴ്സും മറ്റുമൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ തുടങ്ങി. ആളെ കണ്ടപ്പോൾ ഇന്ത്യക്കാരനാണെന്ന് വിചാരിച്ചെങ്കിൽ ആളൊരു നേപ്പാളുകാരനായിരുന്നു. ഇവിടെ നമുക്ക് സിം കണക്ഷൻ എടുക്കണമെങ്കിൽ മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റായിരുന്നു സൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫോൺ ഓഫർ ഉണ്ടെന്ന് അവർ പറഞ്ഞു. കേട്ടപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നിയെങ്കിലും അവരോട് ചോദിച്ചപ്പോൾ ഫോൺ കംപ്ലീറ്റ്ലി ഫ്രീ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത പേപ്പേഴ്സ് എല്ലാം കളക്ട് ചെയ്തിട്ട് ആൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഏത് ഫോണായിരിക്കും കിട്ടുക എന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഒരു ഗൂഗിൾ പിക്സലിൻ്റെ ഫോൺ നമ്മളെ ആൾ കൊണ്ട് കാണിക്കുന്നത്. എനിക്ക് ഈ ഗൂഗിൾ പിക്സൽ ഫോൺ കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണോ എന്നുള്ളത്. ഞാനത് ആളുമായിട്ട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തു. അപ്പോൾ ആൾ പറഞ്ഞത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഇത് ഓഫറിലുള്ളതാണെന്നാണ്. ജസ്റ്റ് ഒരു സിം കണക്ഷൻ എടുക്കാൻ വന്ന് എനിക്ക് ഓഫറായിട്ടൊരു ബ്രാൻഡഡ് ഫോണൂടെ കിട്ടിയതിലുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞാനപ്പോൾ. ഫോൺ കണക്ഷൻ എടുത്തതോടൊപ്പം തന്നെ വൈഫൈയുടെ കണക്ഷനും കൂടെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കിട്ടി. അപ്പോൾ അതുകൂടെ ചെയ്തപ്പോൾ 30,000 പോയിൻറ്റ്സിൻ്റെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ടും നമുക്ക് കിട്ടി. അതുകൂടെ കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പിയായി. കുറച്ച് നാളായിട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഐപാഡ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സ് കണ്ടപ്പോൾ അതിൻ്റെ കൂടെ ഈ അഡീഷണൽ ഡിസ്കൗണ്ട് കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നീട് വന്നൊരു കുട്ടി ഞാൻ വരച്ച പടത്തിൻ്റെ മേലിൽ കൂടെ വരച്ച് നന്നാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓഫറിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് നമുക്ക് ഐപാഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമ്മൾ ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ അറ്റൻഡ് ചെയ്ത പോലെ ഒരുപാട് ഏജൻറ്റ്സ് ഇവിടെയുണ്ട്. അവരവിടെ നിന്ന് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യായിരുന്നു. അപ്പോൾ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ബില്ലിംഗ് സെക്ഷനിലോട്ട് നമ്മൾ പോയി. ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ താഴെ ഒരു പർച്ചേസ് കാർഡുണ്ട്. നമ്മൾ ആ കാർഡ് എടുത്ത് ബില്ലിംഗ് സെക്ഷനിൽ കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. യോക്കോഹാമ ലാൻഡ്മാർക്ക് ടവറിൻ്റെ അടുത്ത് പോകാനും അവിടെയുള്ള രാത്രി കാഴ്ചകൾ കാണാനും നമുക്കൊരു പ്ലാനുണ്ട്. അതിനു മുമ്പ് അതിയായ വിശപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് സാൻഡ്വിച്ചും കോഫിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസ് യൂഷ്വൽ കോഫിക്ക് മധുരം ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മൾ ഇവിടുന്ന് ബേ സൈഡിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.